നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. അവിടെ മനോജ് ചേരുന്നുണ്ട്. മനോജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവനന്തപുരത്തെ രീതികൾ നമ്മളിപ്പോൾ കണ്ടു. എങ്ങനെയാണ് കൊല്ലത്തെ ഈ ഉത്രാടപ്പാച്ചിൽ പുരോഗമിക്കുന്നത് മനോജ്? കൊല്ലത്തും ഓണനാളുകളിൽ ഈ മാർക്കറ്റിലൊക്കെ തിരക്കുണ്ട്. ഇപ്പോൾ ഉത്രാടപ്പാച്ചിലിൻ്റെ ഭാഗമായി ഇവിടേക്ക് ഒരുപാട് പേർ ഇങ്ങനെ അവസാനഘട്ട ഒരുക്കങ്ങളുമായി സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ആദ്യം ഈ സദ്യക്ക് വേണ്ടത് തൂശനിലയാണ്. ആ തൂശനില ഇപ്പോൾ ഇവിടെ കച്ചവടത്തിനായി വച്ചിട്ടുണ്ട്. അത് വാങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നല്ല വിലയുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഇലയ്ക്ക് 11 രൂപ തന്നെയുണ്ട്. അങ്ങനെ ഒരുപാട് ഇലകൾ വാങ്ങി പോകുന്ന, അതായത് നാളെ സദ്യക്ക് വേണ്ടിയിട്ട് ഇലകൾ വാങ്ങി പോകുന്ന ആളുകളാണ്. തിരുവോണം വിഭവമായിട്ടുള്ള സദ്യയോടുകൂടി ആഘോഷിക്കാനാണ് എല്ലാവരുടെയും തീരുമാനം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഇലകളൊക്കെ വാങ്ങിപ്പോകുന്നത്. ഇത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പച്ചക്കറി കച്ചവടമാണ്. ഈ പച്ചക്കറി കച്ചവടവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നേരത്തെയൊക്കെ ഈ പച്ചക്കറികൾക്ക് വലിയ വില ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില പച്ചക്കറികൾക്കൊക്കെ വിലയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ജനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും സദ്യ പക്ഷേ നമുക്ക് മുടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൊല്ലംകാരെ സംബന്ധിച്ചിടത്തോളം തിരുവോണത്തിന് സദ്യ നിർബന്ധമാണ്. അതുകൊണ്ട് സദ്യക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളവരാണ് അവരൊക്കെ. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് വിലയൊക്കെ? 200 രൂപ കിട്ട്, 200 രൂപ പച്ചക്കറി കിട്ടി, 200 രൂപ. അപ്പോൾ ഓണത്തിന് തിരുവോണത്തിന് സദ്യയൊക്കെ ആയി. അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ വിവിധ ഇടങ്ങളിലായാണ് ആളുകൾ എത്തുന്നത്. പ്രത്യേകിച്ച് ഒരിടം എന്നൊന്നുമില്ല. കൊല്ലത്ത് നഗരത്തിൽ തന്നെ പല കടകളിലായി ആളുകൾ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂ വാങ്ങുവാൻ വേണ്ടിയിട്ട് ആളുകൾ പലയിടത്തും എത്തുന്നുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട സദ്യക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുവാൻ വേണ്ടിയുള്ള പച്ചക്കറികളാണ് ഇവിടെ നിന്നും വാങ്ങി മടങ്ങുന്നത്. ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ നമുക്കറിയാം, ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ തിരുവോണത്തിൻ്റെ തലേന്നുള്ള ദിനം, അത് വൈകുന്നേരമാണ് കൂടുതൽ പേര് ഇവിടേക്ക് എത്തുന്നത്. അവസാനഘട്ട ഒരുക്കം എന്ന് പറയുമ്പോൾ അത്രയധികം വേഗതയോട് കൂടിയാണ്. കാരണം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണം. അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങൾ, അതായത് വസ്ത്രം ഉൾപ്പെടെ, തിരുവോണത്തിന് ഇടാനുള്ള തുണികൾ ഉൾപ്പെടെ എടുക്കണം. അപ്പോൾ ആ വിധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുക. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടം തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ചേച്ചിമാരൊക്കെ ഇവിടെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടി എത്തിയാണ്. എങ്ങനെയുണ്ട് വിലയൊക്കെ? വില നമുക്ക് ആവശ്യമായ വിലയുണ്ട്. എന്നാലും മേടിക്കാൻ സദ്യ മുടക്കാൻ പറ്റില്ല. അതാ ഓണാഘോഷം കൊള്ളാൻ കുഴപ്പമില്ല. ആയി. സ്പെഷ്യലൊന്നുമില്ല. സാധാരണ നമ്മുടെ സദ്യ ഒരുക്കുന്ന കണക്ക് തന്നെ. അപ്പോൾ അങ്ങനെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് എല്ലായിടത്തും. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് തന്നെയാണ്. അമ്മമാരൊക്കെ എത്തി ഈ പച്ചക്കറികളൊക്കെ അങ്ങനെ തിരഞ്ഞു പിടിച്ച് വാങ്ങുകയാണ്. കാരണം സദ്യക്ക് നല്ല പച്ചക്കറികൾ തന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് അതൊക്കെ തിരഞ്ഞു പിടിച്ച് ഇവിടെ നിന്നും വാങ്ങിയ ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു കയ്യിൽ ചിലപ്പോൾ കവറുകൾ ഉണ്ടാവും. അതായത് ഈ അതിൽ പൂവുണ്ടാവും. അതോടൊപ്പം തന്നെ അത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. പൂക്കളം ഇടുവാൻ വേണ്ടി കുട്ടികളൊക്കെ അങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. തിരുവോണത്തിന് പൂക്കളം ഇടുവാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും ഈ അമ്മമാർ പലരും വാങ്ങിക്കൊണ്ട് പോകുന്നത് കണ്ടിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ പഴം വാങ്ങുന്നതാണ്. അതായത് സദ്യക്ക് നമുക്കറിയാം, പായസം വെക്കുമ്പോൾ അതിന് പഴം നിർബന്ധമാണ്. അങ്ങനെ പഴം ഇവിടെ നിന്ന് വാങ്ങി പോകുകയാണ്. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട് പഴത്തിന്? കുഴപ്പമില്ല. സദ്യക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും കൊല്ലത്തെ വിവിധ ഇടങ്ങളിലായി നടക്കുകയാണ്. സദ്യക്ക് വേണ്ടിയിട്ടുള്ള പഴം, അതോടൊപ്പം തന്നെ അത്തപ്പൂക്കളത്തിന് കൊല്ലത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്.